ഓക്കെ എന്നാലേ ഏതാണ് അതിന്റെ ബാക്കി പേജ് നമ്പർ 68 നമ്മൾ രാവിലെ എടുത്തതിന്റെ ബാക്കി പേജ് നമ്പർ 68. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. നോക്ക അശുദ്ധി സംശോധൻ നമ്മളിനി അത് ഒന്ന് വായിച്ചു തരാം. ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. शब्दों के शुद्ध उच्चारण से ही शुद्ध शब्द लिखे जाते हैं. इसके लिए हमने मात्रा का ज्ञान सीखा है. फिर भी शब्दों के लेखन में अशुद्धियां आ जाती है. അതായത് ഒരു വേർഡ് തെറ്റാണോ, തെറ്റോന്ന് അശുദ്ധ, തെറ്റാണോ ശുദ്ധ ശരിയാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ മാത്രകൾ പഠിക്കണം. മാത്ര മീൻസ് ആ വരുമ്പോ ദീർഘം വരുന്നില്ലേ? ഈ വരുമ്പോ ഒരു ദീർഘം ഉണ്ടല്ലോ, അതാണ് മാത്ര. ആ മാത്രകൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഓരോ വാക്കുകളും ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. नीचे कुछ शब्द है जिनके लिखने में अधिकतर बच्चे गलतियां करते हैं. താഴെ കുറെ വേർഡ്സുകളെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് ഈ വാക്കുകളാണ് കൂടുതലും കുട്ടികൾ തെറ്റിക്കുന്നതെന്നാണ് പറയുന്നത്. കുട്ടികളെ കൂടുതലും അക്ഷര സ്പെല്ലിങ്ങള്, ചില അക്ഷരങ്ങള് നാലെണ്ണം ഉണ്ട് അല്ലെ, അതില് ഏതെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോവാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ താഴെ കൊണ്ടാകും, നിങ്ങൾ നോക്കി പഠിച്ചു വെക്കണം. പഠനാണ്ടോ അശുദ്ധ കൊടുത്തതെല്ലാം തെറ്റും, ശുദ്ധ കൊടുത്തതെല്ലാം ശരിയാക്കി എഴുതുവാണ്. കണ്ടല്ലോ നിങ്ങള്. അപ്പൊ ശരിയാക്കിയ വാക്കുകൾ ഏതൊക്കെയുണ്ട് നോക്കിയേ. പഠന, प्रणाम, नीचे, सूर्य, देश, बहुत, लड़ाई, पूर्णिमा, पूरा, ऊपर, अच्छा, शशि, नदियाम, अनपढ़, विद्यार्थी. ഇത്രയും വാക്കുകൾ ശരിയാക്കി ഇവിടെ കൊടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ആ വാക്കുകളെ പഠിച്ചു വെക്കുക, എഴുതി പഠിക്കുക കേട്ടോ. സ്പെല്ലിംഗ് തെറ്റിട്ട് എഴുതാൻ വേണ്ടി അപ്പൊ ശരിയാക്കി തന്നെ പഠിക്കുക. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? हमने सीखा പേജ് നമ്പർ 69 कई शब्दों के स्थान पर जब हम एक शब्द का प्रयोग करते हैं तो उसे अनेक के लिए एक शब्द कहते हैं. നമ്മള് ഒരുപാട് സെന്റൻസ് ആയിട്ട് എഴുതുന്നതിന് പകരം അതിന് ഒരു വേർഡ്, വൺ വേർഡ് എന്ന് പറയും. ഒരു സെന്റൻസ് കൊടുത്തതിന്റെ വൺ വേർഡ്. നമ്മൾ സെന്റൻസ് എഴുതുന്നതിന് പകരം നമ്മൾ അതിന് വേർഡായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ അനേക കേലിയെ ഏക ശബ്ദ കഹത്തെ ഹെ. അതിന് പറഞ്ഞ പേരാണ് എന്ത്? വൺ വേർഡ്. ഇപ്പൊ എക്സാമ്പിൾ അവിടെ കൊടുക്കുന്നുണ്ട്. ജോ ഈശ്വർ കാ മാൻതാ ഹേ, ജോ ഈശ്വർ കോ മാൻതാ ഹേ. അങ്ങനെ ഒരു സെന്റൻസ്, അതിലൊരു വേർഡ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? ആസ്തിക്. എന്താണ് പേര്? ഈശ്വരനെ പൂജിക്കുന്ന ആള്, അവരെ പറഞ്ഞ പേരാണ്, ഒരു വേർഡാണ് എന്ത്? ആസ്തിക്. പിന്നെ ജോ ഈശ്വർക്കോ മാൻതാഹെ എന്നതുണ്ടാ, കാരണം അതിനൊരു പേരുണ്ട്. എന്താണ്? ആസ്തിക്. അങ്ങനെ കുറെ വാക്കുകൾ നമ്മുടെ ഹിന്ദിയിലുണ്ട്. ജോ ഈശ്വർക്കോ നെഹി മാൻത, ഈശ്വരനെ മൈൻഡ് ചെയ്യാത്തവരില്ലേ, ഈശ്വര വിശ്വാസം ഇല്ലാത്തവര്, അതിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? നാസ്തിക്. നമുക്കത് അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയുള്ള കുറെ എണ്ണം അതുപോലെയുള്ളതാണ്. കുറച്ച് നിങ്ങൾ എഴുതാനുണ്ട്, കുറച്ച് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിസ് പറഞ്ഞുതരാം. ജോ സപ്താഹമേം ഏക് ബാർ ഹോ, ജോ സപ്താഹമേം ഏക് ബാർ ഹോ എന്ന് പറഞ്ഞാല് ആഴ്ചയില് ഒരു തവണ വരുന്നത്, ആഴ്ചയില് ഒരു തവണ വരുന്നത് സപ്താഹിക്. എന്താണ് അതിന്റെ പേര്? മിസ് ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസമാണ് വരുന്നത് അല്ലെ? നിങ്ങളുടെ അടുത്ത് എല്ലാ ദിവസവും വരുന്നുണ്ടാ? ഇല്ല, നിങ്ങൾ എന്റെ അടുത്തും ആഴ്ചയിൽ ഒരു ദിവസമാണ് അല്ലേ? ഒരു ദിവസമാണ്. അപ്പൊ ഇവിടെ അതിനെ പറഞ്ഞ പേരാണ് എന്ത്? സാപ്താഹിക്. എന്താണ്? സാപ്താഹിക്. അതിന് പറഞ്ഞ വൺ വേർഡ് ആണ് സാപ്താഹിക്. ജോ മഹീനെ മേം ഏക് ബാർ ഹോ, ഇനി മാസത്തിൽ ഒരു തവണ,
മാസിക്. അതിന് പറഞ്ഞ പേരാണെന്ത്? മാസിക്. മാസികകളില്ലേ, മാസിക എന്ന് പറയില്ലേ മലയാളത്തിലെ, മാസികകള്, പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ? മാസത്തിൽ ഒരു തവണ വരുന്ന മാസികകൾ ഉണ്ട് അല്ലെ? അപ്പൊ ജോ മഹീനെ മേം ഏക് ബാർ ഹോ, അതിന്റെ വൺ വേർഡ് ആണ് എന്ത്? മാസിക്. നെക്സ്റ്റ് ജോ സാൽ മേം ഏക് ബാർ ഹോ. ഇനി വർഷത്തിൽ ഒരിക്കൽ വരുന്നത്, നമ്മുടെ ബർത്ത്ഡേ അല്ല അല്ലെ? ഒരു വർഷം മുഴുവനും കഴിക്കാറുണ്ടോ ബർത്ത്ഡേ എല്ലാം? ക്രിസ്മസ്. അപ്പൊ അതിന് പറഞ്ഞ പേരാണ് എന്ത്? വാർഷിക്. എന്താണ്? വാർഷിക്. ജോ സാൽ മേം ഏക് ബാർ ഹോ, വർഷത്തിൽ ഒരു തവണ വരുന്നത് നമ്മൾ എന്ത് പറയും? വാർഷികം. വിവാഹ വാർഷികം അല്ലെ? വാർഷിക്. ബഹുത്ത് പൈസേവാല. ഇനി നല്ലോണം പൈസ ഇല്ല ആളെ നമ്മൾ എന്താ പറയുന്ന ഒരു പേര്? അംബാനി. ധനി. ധനി. അല്ല, എന്താ പറഞ്ഞേ? അംബാനി. പൈസയുള്ള ആളുടെ പേരല്ലേ? എന്താ ഹേമനെ? ഒന്നുകൂടെ പറ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? ക്വസ്റ്റ്യൻ പറയാ, നീ എന്താ ആൻസർ പറഞ്ഞെന്നാ ചോദ്യം. അംബാനി. ആ അങ്ങനെ വീണ്ടും പറഞ്ഞു. ബഹുത്ത് പൈസേവാല ധനി. അവൻ പറഞ്ഞാ ഞാൻ പറഞ്ഞേ, അല്ലാണ്ട് അംബാനി ഞാൻ പറഞ്ഞല്ല. ബഹുത്ത് പൈസേവാല അതിനെന്താ പറയാ? ധനി, ധനികർ അല്ലേ? ധനി. സദാ സച്ച് കഹ്നേവാല, എല്ലാം ഇപ്പോൾ സത്യം പറയുന്നവൻ. നിങ്ങളല്ല എന്തായാലും, നിങ്ങൾ എല്ലാ ദിവസവും കള്ളം പറയുന്നവരാ. സദാ സച്ച് കഹ്നേവാല അല്ലെങ്കിൽ സദാ സത്യ കഹ്നേവാല, അവർക്ക് പറഞ്ഞൊരു പേരാണ് സത്യവാദി. എന്താണ്? സത്യവാദി. സദാ സച്ച് കഹ്നേവാല, അതിന്റെ വൺ വേർഡ് ആണ് സത്യവാദി. सदा खुश रहने वाला खुशी. सदा खुश रहने वाला खुशी. എന്താണ് മോനെ? അതിൽ ആദ്യത്തെ ഒന്ന് പറഞ്ഞല്ലോ. ആദ്യത്തതോ? जो सप्ताह में एक बार होതാണോ? അതെ. സപ്താഹിക്. നിജാദ എഴുതുന്നുണ്ടോ? മിസ് എന്നതായിരുന്നു അത്? ഞാൻ കട്ടായിപ്പോയി. ഒന്നുകൂടെ ജോ സപ്താഹ മേം ഏക് ബാർ ഹോ. സപ്താഹം എന്ന് പറഞ്ഞാല് ആഴ്ചയിൽ ഒരു തവണ വരുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ? സപ്താഹിക്. ജോ സപ്താഹ മേം ഏക് ബാർ ഹോ, സപ്താഹിക്. സത്യം പറയുന്നവരെന്താണ്? എന്താണ് സത്യം പറയുന്നവർ പറയുന്ന രണ്ടാമത് ജോ മഹീനെ മേം ഏക് ബാർ ഹോ, മാസത്തിൽ ഒരു തവണ വരുന്നത് മാസിക്. ജോ മഹീനെ മേം ഏക് ബാർ ഹോ, മാസിക്. തേർഡ് വൺ ജോ സാൽ മേം ഏക് ബാർ ഹോ, വാർഷിക്. വർഷത്തിൽ ഒരു തവണ വരുന്നത് വാർഷിക്. ജോ സാൽ മേം ഏക് ബാർ ഹോ, വാർഷിക്. എന്താണ്? രണ്ടാമത്തെ. നാലാമത്തെ നാലാമത്തെ. നിജാദെ ജോ മഹീനെ മേം ഏക് ബാർ ഹോ, മാസിക്. നാലാമത്തെ വേണ്ട മിസ്. അഞ്ചാമത്തെ. മൂന്നാമത്തെ ജോ സാൽ മേം ഏക് ബാർ ഹോ, വാർഷിക്. അഞ്ചാമത്തെ. നാലാമത്തെ ബഹുത്ത് പൈസേവാല ധനി. ധനി എഴുതി മിസ്. അഞ്ചാമത്തെ. 5 സദാ സച്ച് കഹ്നേവാല സത്യവാദി.
सदा खुश रखने वाला खुशी അപ്പൊ ഇനി നമ്മള് എന്താണ് അത് അനേക ശബ്ദത്തിന് ഒരു വേർഡ് വൺ വേർഡ് ആണ് നമ്മൾ ഇപ്പൊ എഴുതിയത് ഇനി നേരെ തിരിച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് വൺ വേർഡ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അനേക ശബ്ദവും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കണം ഭക്ത് ഭഗവാൻ കി ഭക്തി കർണേവാല ഭഗവാനെ ഭക്തിയോടെ നിൽക്കുന്നവനാണ് എന്ത് ഭക്തൻ ഭക്ത് കണ്ടല്ലോ അപ്പൊ ആദ്യം വലത് സൈഡിൽ വായിച്ച അതിന്റെ വൺ വേർഡ് പഠിച്ചാൽ മതി കേട്ടോ भगवान की भक्ति करने वाला भक्त अच्छा आचरण करने वाला सदाचारी विषय का अच्छा ज्ञान रखने वाला ജ്ഞാനി ഓരോ വിഷയം നന്നായിട്ട് പഠിച്ചു വരുന്നവരെ നമ്മൾ എന്ത് പറയും ജ്ഞാനി 3 महीने में एक बार होने वाला 3 മാസത്തിൽ ഒരു തവണ വരുന്നത് ത്രൈമാസിക് जो दूसरों को चुगली उड़ाए ചുഗലഘോർ എന്താണ് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നോക്കുന്നവരില്ലേ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്നവരില്ലേ എപ്പോഴും അവരെയാണ് നമ്മൾ എന്ത് പറയാ ചുഗലഘോർ ജോ ദൂസരോസെ പൈസ വസൂൽ കരെ റിശ്വത്ത് ഘോർ മറ്റുള്ളവരുടെ പൈസയൊക്കെ വസൂലാക്കുന്നവര് എടുക്കുന്നവര് അവരെ പറഞ്ഞ പേരാണെന്ത് റിശ്വത്ത് ഘോർ ബഹുത്ത് ബാതേം കർണേ വാല എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നവര് വാചാൽ സബ്കി ആജ്ഞാ പാലം കർണേവാല എല്ലാവരുടെയും ആജ്ഞ അനുസരിക്കുന്നവൻ എന്താണ് പേര് ആജ്ഞാകാരി വായിക്കുന്നുണ്ടോ നിങ്ങള് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോ നിങ്ങള് മെഹനത്ത് കർണേവാല പരിശ്രമിക്കുന്നവൻ പരിശ്രമി മെഹനത്ത് ന കർണേവാല മെഹനത്ത് അതായത് പരിശ്രമം തീരെ ഇല്ലാത്തവരെ ആലസി അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ആലസി ഉണ്ട് മെഹനത്തി ഉണ്ട് അല്ലെ നന്നായി പരിശ്രമിക്കുന്നവരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെ തീരെ പരിശ്രമിക്കാത്ത മടിയന്മാരുണ്ട് അപ്പൊ മെഹനത്തി ഉണ്ട് പരിശ്രമിയുണ്ട് ആലസിയുണ്ട് മെഹനത്ത് കർണേവാല പരിശ്രമി മെഹനത്ത് ന കർണേവാല ആലസി ഇത്രയും വൺ വേർഡുകളും കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ പാഠം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞിരിക്കുന്നു സന്തോഷമില്ലെങ്കിൽ ഹിന്ദി ടെക്സ്റ്റ് കഴിഞ്ഞില്ലേ അതെ ജസ്റ്റ് ക്ലാപ്പ് എനിക്ക് തന്നിട്ടുണ്ട് ഇനി തൊട്ടല്ല എക്സാം അല്ലേ ഇനി തൊട്ട് എക്സാം ആണ് ഇനി തൊട്ടാ നിങ്ങൾക്ക് പണി ഇനി എല്ലാ ദിവസവും പഠിച്ചിട്ട് വരണം പറഞ്ഞോ അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിലെ ഏത് ലെസൺ ആണ് പഠിച്ചിട്ട് വരുന്നത് പറഞ്ഞു എന്നോടൊന്ന് റിവിഷൻ വെക്കാലോ 13ാമത്തെ പാഠം നമ്മൾ എക്സാം ഉണ്ടല്ലേ 12ാമത്തെ പാഠം കബീർദാസിന്റെ പാഠം നമ്മൾ എക്സാം ഇട്ടോ ഇല്ലേ ഇട്ടു ഈ 13ാമത്തെ ഒരു പാഠം മാത്രമേ ബാക്കിയുള്ളൂ റഹീം കെ ദോഹയില്ലേ ഇടാത്തത് ബാക്കി എല്ലാം ഇട്ടു 13ാമത്തെ പാഠാണോ വേണ്ടത് നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം ഇനി 13ാമത്തെ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് ആദ്യം മുതലേ വീണ്ടും തുടങ്ങാം നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസറോ അതേപോലെ ഏതെങ്കിലും വേർഡ് മീനിങ്ങിൽ എഴുതലല്ല ചോദിക്കാം ക്ലാസ്സിന് ചോദിക്കുക കിട്ടിയില്ലെങ്കിൽ ഇമ്പോസിഷൻ അങ്ങനെയാ മലയാളത്തിൽ ഇപ്പൊ അതാ നല്ലത് അതാകുമ്പോ ഇങ്ങ് പഠിക്കൂല നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി പറച്ചിലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഏത് ലെസൺ 6ാമത്തെ പാഠം ദീപാവലി പഠിച്ചു വന്നോ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സിലെ 6ാമത്തെ ലെസൺ ദീപാവലി എല്ലാവരും പഠിച്ചിട്ട് വരിക എന്താ ആതിരെ മുഖം തെളിച്ചില്ലല്ല ഒരു ചിരിയൊന്നും വരുന്നല്ല പണി കിട്ടിയോന്നാ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം 6ാമത്തെ ലെസൺ നന്നായിട്ട് പഠിക്കുക ദീപാവലി ലെസൺ പഠിക്കുക ദീപാവലിക്കകത്ത് ആ വേർഡ് മീനിങ് ക്വസ്റ്റ്യൻസും പിന്നെ അതിലുള്ളതെല്ലാം fill in the blanks word meaning question answer പിന്നെ അതില് ഏക കവിത ഹമേ പ്രേരണ ക്യാ പ്രേരണ ദേത്തി ഹേ ആ ക്വസ്റ്റ്യൻ ഉണ്ട് അത്ര വരെ ഉറപ്പല്ലേ അടുത്ത ക്ലാസ്സിൽ പഠിക്കില്ലേ അപ്പൊ ഇതുവരെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അടുത്ത ക്ലാസ് എന്താ ജസ്റ്റ് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും
നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 69 വരെ കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കംപ്ലീറ്റ് അല്ലാത്തവർ എന്നെ അറിയിക്കുക. എഴുതിയവർ ഇന്നത്തെ വർക്കുകളും കഴിഞ്ഞ ക്ലാസ്സിലത്തെ വർക്കുകളെല്ലാം എഴുതി അയക്കാത്തവർ എനിക്ക് ഇന്ന് തന്നെ അയച്ചു തരിക. ഓക്കെ മിസ്സേ മറ്റേ എനിക്ക് ഒരു പേജ് എനിക്ക് കിട്ടിയായിരുന്നു എടുത്തിന്റെ എന്ത് ഏതായിരുന്നു 62 മുതല് ഒരു 5 വരെ എനിക്ക് അയച്ചു തരുമോ? 62, 63, 64, 65 അത് എഴുതാഞ്ഞേ അന്ന് എഴുതി അയച്ചല്ലേ? അത് ഇന്ന് തന്നെ അയച്ചുതരാം. അത് നോക്കി എഴുതണേ. ഗ്രൂപ്പിൽ അയച്ചുതരാം കേട്ടോ. എഴുതാത്തവർക്ക് വേണ്ടി ഞാൻ വീണ്ടും ഗ്രൂപ്പിൽ അയച്ചുതരാം. അത് നോക്കി എഴുതുക. ഇനി വീണ്ടും 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 എക്സാം ആകുമ്പോ വീണ്ടും 5ാമത്തെ പേജ് 6ാമത്തെ പേജ് എന്നോട് ചോദിക്കാൻ ഇടവരുത്തരുത്. ഈ ആഴ്ച കംപ്ലീറ്റ് ആയി. പെൻ നമ്പർ 69 വരെ ഉണ്ട്. ഈ ആഴ്ച കൂടി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടുകൾ, അതായത് എന്തെങ്കിലും പാഠത്തിന് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ നോട്ട്സുകളോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വെനസ്ഡേ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനൊരു ചാൻസ് ഇല്ല, തരില്ല. ഞാൻ ഒരു നോട്ടും അയച്ചില്ല. പിന്നെ വേണ്ടതല്ല ഈ ഒരാഴ്ചക്കുള്ളിൽ ചോദിച്ച് വാങ്ങി വെക്കുക. ഓക്കെ എല്ലാം റെഡി ആക്കൂലേ? ടെക്സ്റ്റ് നോട്ടും കംപ്ലീറ്റ് ആണോ ശരിക്കും ചെക്ക് ചെയ്യാം. ഞാൻ എന്താ പറയുക, അവസാനം എക്സാമിന് തലേന്ന് രാത്രി വിളിച്ചിട്ട് ആ പാഠം കാണുന്നില്ല മിസ്സേ, ഈ പാഠം കാണുന്നില്ല എന്ന് പറയാനാക്കരുത്. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിലേക്ക് ദീപാവലി ലെസൺ പഠിച്ചിട്ട് വരും. നന്നായിട്ട് പഠിക്കണേ, എഴുതി പഠിക്കണേ. ഓക്കെ ബൈ, സി യു. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കും. മിസ്സേ കഴിഞ്ഞോ? കട്ടായി പോകണോ? ദീപാവലി അല്ലേ? ദീപാവലി. ഓക്കെ എല്ലാവരും പഠിച്ചോ. ഇനി ഒരു 10 മിനിറ്റ് നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നോ. ഓക്കെ ബൈ.